നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോമിനെ കുറിച്ചാണ്. സ്ത്രീകളിൽ മെൻസസിൻ്റെയും ഓവുലേഷൻ്റെയും ഇടയ്ക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകളെയാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന ഹോർമോണിൻ്റെ വ്യതിയാനമാണ്. പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ മൂഡ് സ്വിങ്സ് ആണ്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, ഇമോഷണൽ ആവുക, ബ്രസ്റ്റ് ടെൻഡർനെസ് വരിക, മാറിടങ്ങൾ കട്ടി വെക്കുക, വേദന വരിക, ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവുക, ക്ഷീണം, അസ്വസ്ഥത, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക, ഡിപ്രഷൻ വരിക. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലപ്പോൾ വേദനകൾ ഉണ്ടാവും. വേദന മെയിനായിട്ടും മാറിടങ്ങളിൽ, വയറിൻ്റെ ഭാഗത്ത്, നടുവിൻ്റെ ഭാഗത്ത്, ജോയിൻസിൽ, പെൽവിക് മസിൽസിലൊക്കെയാണ് കൂടുതലായിട്ടും കാണിക്കാറ്. ചിലപ്പം വയറ്റിന്ന് പോവാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ചിലപ്പം ഭയങ്കരമായിട്ട് വയറ്റിന്ന് പോയിക്കൊണ്ടിരിക്കുക, ഒരു ഡയറിയ പിടിച്ച പോലെയൊക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ മനം പുരട്ടലുണ്ടാവുക, ചില സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുക, വയറ് പൊങ്ങിക്കിടക്കുക, ഗ്യാസ് നിറഞ്ഞതുപോലെ നിൽക്കുക, അതുപോലെ തന്നെ ശരീരം മൊത്തത്തിലൊന്ന് ചീർത്ത പോലെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുക, എപ്പോഴും ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവൊക്കെ, എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു തൃപ്തി ഇല്ലാതിരിക്കുക, ഒരു ആങ്സൈറ്റി, എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത പോലത്തെ ഒരു അനുഭവം ഉണ്ടാവുക. ചിലപ്പോൾ ഭക്ഷണം ഭയങ്കരമായിട്ട് കഴിക്കണം തോന്നും, ക്രേവിങ്സ് കൂടും, ചില സമയത്ത് വിശപ്പില്ലാതിരിക്കുക. അതുപോലെ തന്നെ അടിവയറിന് ക്രാമ്പിങ്സ് വരിക, മസിൽ ഇങ്ങനെ പിടുത്തം വരിക, മുഖക്കുരു ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, ഉറക്കമില്ലായ്മ ഉണ്ടാവാം, കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, വേറെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുക, മെൻസസ് പെയിൻഫുള്ളായി മാറുക, അതുപോലെ തന്നെ വണ്ണം വെച്ചതുപോലെ ഒരു ഫീലിംഗ് വരിക. ഈ സിംറ്റംസ് ഒക്കെ മെയിനായിട്ടും മെൻസസിൻ്റെ 1-2 ആഴ്ച മുന്നെയാണ് കാണിക്കുക. എന്താ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മാറ്റുക, ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക, എക്സസൈസ് ചെയ്യുക. കൂടുതലായിട്ട് സ്ട്രെസ്, ഡിപ്രഷന്, ആങ്സൈറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക. അതുപോലെ തന്നെ പെയിനോ കാര്യങ്ങളോ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കാം. താങ്ക് യു.